പിന്നെ ഒരു കാര്യം പറയട്ടെ, ചടങ്ങുകൾ മാക്സിമം സിമ്പിളായിട്ട് നടത്തുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യം. പറഞ്ഞല്ലോ, വലിയ ആർഭാടങ്ങളിലൊന്നും താല്പര്യമില്ലാത്തവരാ ഞങ്ങള്. ആയിക്കോട്ടെ. അല്ല, അവിടുന്ന് എല്ലാവരും കൂടി എത്ര പേരുണ്ടാവും? ഞങ്ങള് 3 പേരടക്കം ഏറിയാൽ ഒരു 10 പേരുണ്ടാവും. അതിനപ്പുറം എന്തായാലും പോവില്ല. ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു 10-15 പേർ അത്രേ ഉണ്ടാവുള്ളൂ. അത് മതിയെന്നേ, അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്കിറങ്ങിയാലോ? അപ്പോ ഞങ്ങൾ ഇറങ്ങുന്നു. അശ്വതിയും കൂടി വന്നിട്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ വേണമെന്ന് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ട് കിഷോറിനെ വിളിക്കാം. മതി, ധൃതിയില്ല. അപ്പൊ ശരി. ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എത്തിയല്ലോ കൂട്ടുകാരികള്. ഏത് നേരവും ഇവർ ഒരുമിച്ച് തന്നെയാണല്ലേ? വാമാളു, ഇവിടം വരെ വന്നിട്ട് മാളുവിനെ കണ്ടില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറിക്കിട്ടി. മിസ്റ്റർ അപ്പു എന്തു പറയുന്നു? സുഖം. അതെ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനിടയിലേക്ക് ഞങ്ങൾ വീട്ടുകാരുടെ അനുമതിയോടെ ഒരാൾ കൂടി കടന്നു വരാൻ പോവുകയാണ് കേട്ടോ. ആ പുള്ളിക്കാരനോട് ലേശ സ്പേസ് ഇട്ടേക്കണേ. അതെ, കോഴ്സും എക്സാമും ഒക്കെ കഴിഞ്ഞ് വേഗം ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ റെഡിയായിക്കോ കേട്ടോ. അതിനുള്ള എഗ്രിമെന്റ് ഒക്കെ ഞങ്ങൾ തമ്മിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഈ വരുന്ന 12-നാണ് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപർണേ, ദേ നോക്കിയേ, എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്ത കാര്യം പറഞ്ഞപ്പോ ഒരാൾ ആകെ നെർവസ് ആയി പോയത് കണ്ടോ? പേടിക്കണ്ട, ഇപ്പൊ നിശ്ചയമേ തീരുമാനിച്ചിട്ടുള്ളൂ. കല്യാണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അരുണുമായിട്ട് കമ്പനി കൂടാൻ ഒരുപാട് സമയമുണ്ട്. ദേ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറയും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മുരളിയേട്ടാ. ശരി. അമ്മേ. ഓ, പോയിട്ടോ മക്കളെ. ശരി ശരി എന്നാ. ബൈ. അടുത്ത ആഴ്ച കഴിഞ്ഞ് അവര് ഗൾഫിലോട്ട് തിരിച്ചു പോവുക. അതിനു മുമ്പ് നിശ്ചയം നടത്തണമെന്ന് അവർക്ക് ഒരേ നിർബന്ധം. എന്നാ പിന്നെ അങ്ങനെയാകട്ടെ എന്ന് ഞങ്ങളും അങ്ങ് വിചാരിച്ചു. ഈ ഞായറാഴ്ച ഒരു ചെറിയ ഫംഗ്ഷനായിട്ട് എൻഗേജ്മെന്റ് അങ്ങ് നടത്താമെന്ന് വെച്ചു. വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ബിപിയോട് പറയണമല്ലോ. ചെല്ല. കൊച്ചമ്മയ്ക്ക് അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഇനി ഇവിടുത്തെ കൊച്ചിന്റെ ചെവിയിൽ എന്തെങ്കിലും കൊനഷ്ട് പറഞ്ഞു കൊടുക്കുമായിരിക്കും. വല്ലാത്ത സാധനം തന്നെ.
അച്ഛാ, ഇതെന്റെ പേഴ്സണൽ ഡയറിയാ. ഓ സോറി, ഞാനത് അറിഞ്ഞില്ലായിരുന്നു. സോറി ഡിയ. അച്ഛനെന്താ ഈ റൂമില്? ഞാൻ വെറുതെ ഒന്ന് കയറി നോക്കിയെന്നേ ഉള്ളൂ. നിനക്ക് ഈ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടൂടെ? പോ, ദേ ഡ്രസ്സൊക്കെ ഇങ്ങനെ വാരി വലിച്ചിടാതെ ഭംഗിയായിട്ട് മടക്കി വെച്ചൂടെ? നിനക്ക് വയ്യെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഇത് നിന്റെ സാരിയാണോ? അതിന് നീ ഇങ്ങനെയുള്ള ഡ്രസ്സ് നീ യൂസ് ചെയ്യാറില്ലല്ലോ. അത് മാളുവിന്റെ സാരിയാ. ഓ, ഇതെങ്ങനെ ഇവിടെ വന്നു? ഞാനൊരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാ. ഓക്കെ. ഈ കണ്ണാടിയിലൊക്കെ എന്താ ഇങ്ങനെ വരച്ചിട്ടിരിക്കുന്നത്? അച്ഛാ, എന്റെ റൂമിൽ മറ്റാരും കയറുന്നത് എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് ഞാനില്ലാത്തപ്പോ. സോറി മോളെ.